said aloud in praise of Lord Ayyappa, the ceremony of filling the Irumudikattu begins. സ്വാമിശരണം. ശബരിമല ക്ഷേത്രം ഒരു കാനന ക്ഷേത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രത്തിൽ തികച്ചും വിഭിന്നമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉള്ളത്. ഇരുമുടി കെട്ട് നിറയ്ക്കുന്നതിന് പ്രാദേശികമായി പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുമുടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ഇരുമുടിയിൽ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, പിൻകെട്ടും മുൻകെട്ടും. മുൻകെട്ടിൽ ദേവന് വേണ്ട അഭിഷേകത്തിനും നൈവേദ്യത്തിനും വേണ്ട സാധനങ്ങൾ മുൻകെട്ടിൽ നിറയ്ക്കുന്നു. പിൻകെട്ടിൽ ഭക്തന്മാർക്ക് പോകുന്ന വഴിക്ക് ആഹാരപദാർത്ഥങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങളാണ് പിൻകെട്ടിൽ നിറയ്ക്കുന്നത്. The ceremony is led by the Guru Swami, the master of the ceremony. The Munketta of the Irumudikattu is filled with offerings meant for Lord Ayyappa. First, a coconut drained of its water is filled with ghee and then sealed with a cork. Rice grains are then placed inside the Munketta, followed by the placing of the coconut filled with ghee. This is followed by the placing of dakshina, a token amount wrapped in betel leaf along with arecanut. A separate sack is used to contain banana and mallar, which is roasted rice. In another sack, jaggery, kalkanda, which is rock candy, resins, coconut, turmeric, and aval, which is flattened rice, are placed. Now the time has come for the devotees to leave for Shabarimala. Before that, the Guru Swami ties a black headband on the devotee's head and a similar colored band called Karuppu Kacha around the waist. The devotee gives dakshina to the Guru Swami, who in turn places the Irumudikattu on the devotee's head, and the journey begins, with devotees carrying the Irumudikattu on their heads, singing songs in praise of Lord Ayyappa all the way to the hill shrine of Shabarimala. The abode of Lord Ayyappa. ഭഗവാനും ഭക്തനും ഒന്നാണെന്ന തത്വമസി എന്ന മഹത്തായ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു വ്രതപുണ്യകാലം കൂടി വരവായി. ആദ്യമായി ദർശനത്തിന് പോകുന്നതിനെ കന്നിക്കെട്ടെന്നും മുൻപ് ദർശനം നടത്തിയവർ
വീണ്ടും പോകുന്നതിനെ പള്ളിക്കെട്ടെന്നും പറയുന്നു. 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി മാത്രമേ പൊന്നു 18-ാം പടി ചവിട്ടുവാൻ പാടുള്ളൂ. ദർശനത്തിന് വിചാരിച്ചു വെച്ച ദിവസം മുതൽ 41 ദിവസം പിന്നോട്ട് കണക്കാക്കി വ്രതമെടുത്തു തുടങ്ങാവുന്നതാണ്. മാലയിടലോടു കൂടിയാണ് വ്രതാരംഭം. അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ വെച്ചോ അയ്യപ്പസ്വാമി പ്രതിഷ്ഠയുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ വെച്ചോ മാലയിടാവുന്നതാണ്. രാവിലെ കുളിച്ച് അലക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തി ഗണപതിക്ക് നാളികേരമുടച്ച് മാലയിടാവുന്നതാണ്. അയ്യപ്പസ്വാമിയുടെ മുദ്രയുള്ള മാലയാണ് ധരിക്കേണ്ടത്. മാല ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം പാലിക്കുകയും സത്ചിന്തകളും സത്പ്രവർത്തികളും ശരീരശുദ്ധിയും കഴിയുന്നത് പോലെ ഭഗവത് നാമജപവും പാലിക്കണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും മാത്രമല്ല, ആഹാരശുദ്ധിയും വ്രതനിഷ്ഠയിൽ അനിവാര്യമാണ്. മത്സ്യം, മാംസം, മുട്ട, പഴകിയ ഭക്ഷണം, ഉച്ഛിഷ്ടം, ലഹരി വസ്തുക്കൾ എന്നിവ കഴിക്കരുത്. വ്രതനിഷ്ഠ പാലിക്കാത്ത വീടുകളിൽ നിന്നോ ശുദ്ധിയില്ലാത്ത മറ്റിടങ്ങളിൽ നിന്നോ ഭക്ഷണം കഴിക്കരുത്. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തണം. അതിനു കഴിയാത്ത പക്ഷം വീട്ടിൽ തന്നെ രാവിലെയും വൈകിട്ടും നിലവിളക്കിനു മുമ്പിലിരുന്നു കൊണ്ട് നാമജപം അനുഷ്ഠിക്കാവുന്നതാണ്. ശബരിമല യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇരുമുടിക്കെട്ട്. ക്ഷേത്രത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ കെട്ട് നിറയ്ക്കാം. രാവിലെയോ സന്ധ്യയ്ക്കോ കെട്ട് നിറയ്ക്കുന്നതാണ് ഉത്തമം. നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് ശരണമന്ത്രങ്ങൾ ഉരുവിട്ടാണ് കെട്ടു നിറയ്ക്കേണ്ടത്. ഇരുമുടിക്കെട്ടിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ മുൻകെട്ടും പിൻകെട്ടുമായി 2 കെട്ടാണുള്ളത്. ഗുരുസ്വാമിയെയോ ക്ഷേത്രം പൂജാരിയെയോ ആണ് കെട്ട് നിറയ്ക്കാൻ ചുമതലപ്പെടുത്തേണ്ടത്. 18 കൊല്ലമെങ്കിലും മല ചവിട്ടിയ ആളായിരിക്കും ഗുരുസ്വാമി. കെട്ടുനിറ ചടങ്ങിൽ മുദ്ര അഥവാ നെയ്ത്തേങ്ങയാണ് ആദ്യം നിറയ്ക്കേണ്ടത്. മുൻകെട്ടിൽ അഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങയും അവിൽ, മലർ, അരി, കർപ്പൂരം, കാണിക്ക, വഴിപാട് സാധനങ്ങൾ, പനിനീര് എന്നിവയാണ് നിറയ്ക്കേണ്ടത്. ചെറിയ സഞ്ചികളിലാണ് പൂജാദ്രവ്യങ്ങൾ നിറയ്ക്കേണ്ടത്. കൂടാതെ ഇതിനോടൊപ്പം മാളികപ്പുറത്ത് നേർച്ചയ്ക്കുള്ള മഞ്ഞൾ പൊടി, കർപ്പൂരം, പട്ട്, മലർ എന്നിവയും വെക്കുക. ഗുരുസ്വാമി തന്നെയാണ് കെട്ടുമുറുക്കുന്നത്. മുൻകെട്ടിലെ ദ്രവ്യങ്ങൾ നിറച്ച് കെട്ടുമുറുക്കിയതിന് ശേഷം പിൻകെട്ടിൽ 18-ാം പടിയിൽ ഉടയ്ക്കാനുള്ള നാളികേരവും പമ്പാ ഗണപതിക്ക് ഉടയ്ക്കാനുള്ള നാളികേരവും ഭക്ഷണ സാധനങ്ങളും നിറച്ച് പിൻകെട്ടും മുറുക്കും. കർപ്പൂര ആരാധനയ്ക്കു ശേഷം ഗുരുസ്വാമിക്ക് ദക്ഷിണ സമർപ്പിക്കണം. ഗുരുസ്വാമി തന്നെയാണ് പള്ളിക്കെട്ട് തലയിലേറ്റി തരുന്നത്. ശരണം വിളിയോടെ ഗണപതി ഭഗവാന് നാളികേരമുടച്ച് അനുവാദം വാങ്ങി പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പുറപ്പെടണം. എരുമേലി എത്തിയാൽ വാവര് സ്വാമിയെ ദർശിച്ച് പേട്ട തുള്ളി എരുമേലി വലിയമ്പലം ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. കന്നി അയ്യപ്പന്മാർ നിർബന്ധമായും പേട്ടതുള്ളൽ നടത്തേണ്ടതാണ്. പേട്ടതുള്ളൽ കഴിഞ്ഞാൽ എരുമേലി ശാസ്താ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ജലാശയത്തിൽ സ്നാനം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി കാണിക്കയിട്ട് തൊഴുത് നാളികേരമെറിഞ്ഞ് ശബരിമല യാത്ര തുടരും. പമ്പയിലെത്തിയാൽ പിതൃക്കൾക്ക് ബലി അർപ്പിക്കാം. പമ്പാ ഗണപതിക്ക് നാളികേരമുടച്ച് ഹനുമാൻ സ്വാമിക്കും പാർവതി ദേവിക്കും കർപ്പൂരം കത്തിച്ച് മല കയറുന്നതിന് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നീലിമല കയറി അപ്പാച്ചിമേട്ടിലെത്തി വനദേവതമാർക്ക് അരിയുണ്ട എറിയണം. ശബരി പീഠത്തിലെത്തി നാളികേരമുടച്ച് കർപ്പൂരം കത്തിച്ച് ശബരിയെ വണങ്ങി യാത്ര തുടരാം. ശരംകുത്തിയിൽ ശരക്കോൽ കുത്തി പ്രാർത്ഥിക്കണം. 18-ാം പടിക്ക് താഴെ കറുപ്പസ്വാമിക്ക് പുകയിലയും കടുത്ത സ്വാമിക്ക് വറപൊടിയും സമർപ്പിക്കണം. തുടർന്ന് ശരണം വിളിയോടെ 18-ാം പടിക്കു താഴെ നാളികേരമുടച്ച് 18-ാം പടി കയറി മുകളിലെത്തി കൊടിമരം ദർശിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ശ്രീകോവിലിന് മുന്നിലെത്തി
കലിയുഗവരദനായ അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ ദർശിച്ച് കന്നിമൂല ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത് മുദ്രയിൽ നിറച്ച നെയ്യ് അയ്യപ്പസ്വാമിക്ക് അഭിഷേകത്തിനായും ഉണക്കലരി, കദളിപ്പഴം, തേൻ, ശർക്കര എന്നിവ അയ്യപ്പസ്വാമിക്കുള്ള നിവേദ്യത്തിനായും സമർപ്പിക്കണം. നെയ്യ് അഭിഷേകത്തിന് സമർപ്പിച്ചതിനു ശേഷം നാളികേരത്തിന്റെ ഒരു മുറി ആഴയിൽ സമർപ്പിക്കണം. മറ്റേ പകുതി പ്രസാദം ഉപയോഗിക്കാം. പിന്നീട് മാളികപ്പുറത്തമ്മയെ ദർശിക്കണം. മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടി വലം വെച്ചാൽ സൗഭാഗ്യം, കാര്യസിദ്ധി എന്നിവയ്ക്കും ജന്മാന്തര ദുരിത നിവാരണത്തിനും രോഗശാന്തിക്കും വിവാഹ തടസ്സം, തീരാ ദുഃഖങ്ങൾ എന്നിവ മാറുന്നതിനും വളരെ ഉത്തമമാണ്. ഭഗവതി സേവ, പുഷ്പാഞ്ജലി, മഞ്ഞൾ സമർപ്പണം എന്നിവയാണ് മാളികപ്പുറത്തമ്മയ്ക്ക് നടത്തേണ്ട പ്രധാന വഴിപാടുകൾ. മാളികപ്പുറത്തെ ഉപദൈവങ്ങളായ നവഗ്രഹങ്ങൾ, നാഗങ്ങൾ, മണിമണ്ഡപം, കൊച്ചു കടുത്ത സ്വാമി എന്നിവരെ ദർശിച്ചു പ്രാർത്ഥിക്കാം. കൊച്ചു കടുത്ത സ്വാമിക്ക് അവിൽ, മലർ, കൽക്കണ്ടം, വറപൊടി, ഉണക്കമുന്തിരി എന്നിവ സമർപ്പിക്കണം. നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യാം. നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ സ്തോത്രം ജപിച്ച് 8 പ്രദക്ഷിണവും 1 അപ്രദക്ഷിണവും ചെയ്ത് തൊഴുത് പ്രാർത്ഥിക്കണം. ഗ്രഹപ്പിഴകൾ അകന്ന് ഭാഗ്യം തെളിയാൻ ഇവിടുത്തെ നവഗ്രഹ പൂജ വളരെ നല്ലതാണ്. ഒരു മണ്ഡലകാല വ്രതത്തിന്റെയും അയ്യപ്പ ദർശനത്തിന്റെയും പുണ്യം മനസ്സിലേറ്റി പടിയിറങ്ങി വാവര് സ്വാമിക്ക് കുരുമുളക് സമർപ്പിച്ച് തിരികെ പമ്പയിലെത്തി അവിടുന്ന് കെട്ടുനിറച്ച ക്ഷേത്രത്തിൽ തിരികെ എത്തി കർപ്പൂരം കത്തിച്ച് മാലയൂരി വ്രതം അവസാനിപ്പിക്കാം. സത്യാനന്ദ സത്യസ്വരൂപ സ്നേഹസ്വരൂപ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമിയപ്പ സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം മോഹിനി സുതനേ മോഹിനി സുതനേ മോഹനബാല മോഹനബാല മോഹനരൂപ മോഹനരൂപ മോഹവിനാശക മോഹവിനാശക പാപവിനാശക പാപവിനാശക സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമിയപ്പ കൽക്കട്ട മുന്തിരി സ്വാമി ശരണം സ്വാമിയപ്പ ശരണമപ്പ ശരണമപ്പ
കൽക്കണ്ട മുന്തിരി കാണിപ്പൊന്നും കാണിപ്പൊന്നും കാലി തുലിക അവിലും മലരും പാലഭിഷേകം തേനഭിഷേകം സ്വാമിയേ അയ്യപ്പോ 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 ശംഭുകുമാര മണ്ഡലദാസ സ്വാമിയപ്പ ശരണമപ്പ ശരണം തരണേ ഗുരുനാഥ സദ്ഗുരുനാഥ ഗുരുവിൻ ഗുരുവേ ഗുരുവിൻ ഗുരുവേ ഗുരുവര പൂജിത നിത്യാനന്ദ സത്യാനന്ദ സത്യസ്വരൂപ സ്നേഹസ്വരൂപ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം മോഹിനി സുതനേ മോഹിനി സുതനേ മോഹനബാല മോഹനബാല മോഹനരൂപ മോഹനരൂപ മോഹവിനാശക മോഹവിനാശക പാപവിനാശക പാപവിനാശക സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമിയപ്പ ശരണമപ്പ ശരണമപ്പ വരണമപ്പ വരണമപ്പ കാക്കണമപ്പ കാണിപ്പൊന്നും താലി ചുരിക താലി ചുരിക അവിലും മലരും അവിലും മലരും നെയ്മുദ്ര നെയ്മുദ്ര പാലഭിഷേകം പാലഭിഷേകം തേനഭിഷേകം തേനഭിഷേകം സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ നിത്യാനന്ദ സത്യാനന്ദ സത്യസ്വരൂപ സത്യസ്വരൂപ സ്നേഹസ്വരൂപ സ്നേഹസ്വരൂപ ജ്യോതിസ്വരൂപ ജ്യോതിസ്വരൂപ ദിവ്യസ്വരൂപ ദിവ്യസ്വരൂപ സ്വാമി ശരണം സ്വാമിയപ്പ ശരണമപ്പ ശരണമപ്പ കെട്ടും കെട്ടേ കെട്ടും കെട്ടേ ഇപ്പം പോയാ സ്വാമിയെ കാണാം ഇപ്പം പോയാ സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ സ്വാമിയെ കണ്ടാൽ ആരുടെ കെട്ട് വെച്ചിലടയ്ക്കാം വെച്ചിലടയ്ക്കാം കൽക്കണ്ട മുന്തിരി കൽക്കണ്ട മുന്തിരി കാണിപ്പൊന്നും കാണിപ്പൊന്നും കാലി തുരിക കാലി തുരിക അവിലും മലരും അവിലും മലരും പാലഭിഷേകം പാലഭിഷേകം തേനഭിഷേകം തേനഭിഷേകം സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ശംഭുകുമാര ശംഭുകുമാര മണ്ഡലദാസ മണ്ഡലദാസ മണ്ഡലരാജ മണ്ഡലരാജ പമ്പാവാസ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ ശരണം തരണേ ഗുരുനാഥ സദ്ഗുരുനാഥ ഗുരുവിൻ ഗുരുവേ ഗുരുവിൻ ഗുരുവേ ഗുരുവര പൂജിത ഗുരുവര പൂജിത നിത്യാനന്ദ സത്യാനന്ദ സത്യസ്വരൂപ സ്നേഹസ്വരൂപ സ്വാമിയേ
സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം മോഹിനി സുതനേ അയ്യപ്പ മോഹിനി സുതനേ അയ്യപ്പ മോഹനബാല അയ്യപ്പ മോഹനബാല അയ്യപ്പ മോഹന രൂപ അയ്യപ്പ മോഹന രൂപ അയ്യപ്പ